എല്ലാ കൂട്ടർക്കും മേക്ക് ഫ്രീ ഫയർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇറ്റ്സ് മീ ഡോട്ട് നോക്കീസ്. നാളെ അതായത് നമ്മൾ നാളെ 10-ാം തീയതി അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും അറിയാം, ഫ്രീ ഫയർ ലോബി 41 അപ്ഡേറ്റ് ആണ്. ഗൈസ് വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, പഴയ യൂട്യൂബേഴ്സ് എവിടെ പോയി എന്നുള്ളതിന്റെ പാർട്ട് 4 വീഡിയോ ആണ് കേട്ടോ. പഴയ നല്ല ക്രിസ്റ്റൽ ഡയമണ്ട്സ് പോലത്തെ യൂട്യൂബേഴ്സ് ഇല്ലേ ഗൈസ്, അങ്ങനത്തെ കുറച്ച് റയർ യൂട്യൂബേഴ്സിനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ താഴത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് ക്ലിക്ക് അടിച്ചിട്ട് ബെല്ലൈക്കണം ഓൾ ഓപ്ഷനിൽ ഇട്ട് വെച്ചോളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇവിടെ അവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ഫയർ ഹാക്ക് ചെയ്തിട്ടാണ് ഞാൻ കളിക്കണേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഗെയിമിനെ കൊണ്ട് കൊന്നിട്ടാണ് അവൻ കളിക്കണേ എന്നാണ് അവൻ പറയണത്. അതായത് നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ ഇതേപോലെ പാനല്, അതുപോലെ തന്നെ ഓരോ സെൻസി എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് വിറ്റ് അത് മേടിച്ച് കളിക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ. അതേപോലെ തന്നെ ഈ കാണുന്ന കമന്റ്സ് കണ്ടാലും നമുക്ക് മനസ്സിലാവും, അതായത് ഇഷ്ടം പോലെ നല്ല നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ഈ ഒരു പാനൽ പ്ലെയേഴ്സ് കാരണം ഗെയിം ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഈ ഫസ്ട്രേഷൻ അടിച്ചിട്ട്, അതായത് മറ്റുള്ള നന്നായി കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ അടുത്ത് 1v1 കളിച്ച് തോറ്റേൻ്റെ ദേഷ്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാനലും സെൻസിയൊക്കെ യൂസ് ചെയ്ത് കളിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ സുഖമുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫോണിൽ യൂസ് ചെയ്തിട്ടാണ് കളിക്കണേ എന്നുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു 5 പേര് മതി നമ്മുടെ ഈ ഒരു ഗെയിം നശിപ്പിക്കാനായിട്ട്. മാക്സിമം കൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പാനൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഫോണിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കളിക്കുക. കാരണം ഇത് എഫക്റ്റ് ചെയ്യുന്നത് മറ്റുള്ള അടിപൊളിയായിട്ട് നല്ല രീതിക്ക് കളിക്കുന്ന പ്ലെയേഴ്സിലേക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അവർ ഗെയിം വരെ നിർത്തി പോകാനുള്ള ഒരു കാരണം നിങ്ങളും കൂടിയാണ്. നിങ്ങളതൊന്നും മനസ്സിലാക്കുക. ഞാൻ ഈ പറയണത് പാനലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നവരോടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പാനൽ യൂസേഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗെയ്സ്, അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബർ ആരാ നോക്കുകയാണെങ്കിൽ ഗെയ്സ്, അതായത് നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ അത്യാവശ്യം പണ്ട് നല്ല അടിപൊളിയായിട്ട് സോളോ വിയേഴ്സ് കോഡും അതുപോലെ തന്നെ പീക്കിലൊക്കെ പോയിട്ട് നല്ല മാസ് ഗെയിം പ്ലേ ഒക്കെ നടത്തിയിരുന്ന ഒരാളുണ്ട് ഗെയ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും ആരാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AK ഫ്രീ ഫയർ ആണ് ഗെയ്സ്. അപ്പോൾ AK ഫ്രീ ഫയറിൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആളുടെ പേര് പറയേണ്ടത് തന്നെയാണ്, കാരണം ഇപ്പോഴും ലെജൻഡ് തന്നെയാണ് ഗെയ്സ് ആൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ആളുടെ ഫ്രീ ഫയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ AK ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ഓൺലൈനിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അക്കൗണ്ടിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 75 ലെവലും അതുപോലെ തന്നെ ലൈക്ക് 12,160. ഇപ്പോൾ ഞാനും കൂടിയും ചെയ്തപ്പോൾ 61 ആയിട്ടുണ്ട് കേട്ടോ. ഈ അക്കൗണ്ട് കറൻ്റ് നല്ല രീതിക്ക് ആക്റ്റീവ് ആണെന്നാണ് തോന്നണത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ AK ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് ഓൺലൈനിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ടിൻ്റെ ഗെയിം പ്ലേ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഓവർവ്യൂ എടുത്ത് നോക്കുമ്പോൾ നൈസായിട്ട് കാണാൻ സാധിക്കണ കേസ് അത്യാവശ്യം BRലൊക്കെ നല്ല രീതിക്ക് ആക്റ്റീവൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ട്, അതായത് ഈ മച്ചാനാണെങ്കിൽ ചാനൽ ഇപ്പോൾ കറൻ്റ് ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആള് ഇതുവരെ നമ്മുടെ ഫ്രീ ഫയറിന് ക്വിറ്റ് അടിച്ച് പോയിട്ടില്ല. ഇതാണ് നമ്മുടെ AK ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല രീതിക്ക് ആക്റ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ AK ഫ്രീ ഫയറിൻ്റെ എത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് പറയാൻ പോകുന്ന യൂട്യൂബർ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഗീസ് നമ്മുടെ മോബ് ഗെയിമർ അക്കു ആണ്. നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും നമ്മുടെ മോബ് ഗെയിമർ അക്കു, കാരണം അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിച്ചേർന്നു. മാത്രമല്ല നല്ല ഒരു ആളുടെ പീക്ക് ടൈമിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തായിരുന്ന ഒരു യൂട്യൂബർ തന്നെയായിരുന്നു ഗെയ്സ്. അല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആളുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ എൻ്റെ വീഡിയോയുടെ താഴെ 2-3 പാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആളുടെ അക്കൗണ്ട് നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അക്കൗണ്ട് ഇപ്പോൾ കറൻ്റ് ആക്റ്റീവ് ആണോ, സെയിൽ ചെയ്തോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോബ് ഗെയിമർ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേര് മാറി ഡെവിൽ FF എന്നാക്കി ഗെയ്സ്. അപ്പോൾ ഐ തിങ്ക് ഈ അക്കൗണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൂപ്പരാൾ ഫ്രീ ഫയർ ഒക്കെ ഓൾറെഡി ക്വിറ്റ് അടിച്ചിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, കുറേ പേര് സെഡായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മോബ് ഗെയിമർ അക്കു ഈസ് ഓൾവേസ് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.
നമുക്ക് അക്കൗണ്ടിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അടിപൊളിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ബട്ട് ഇപ്പം 17 ഡേയ്സോളം ഇനാക്റ്റീവ് ആണ്. അക്കൗണ്ടിൻ്റെ ഓവർവ്യൂ നോക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആക്റ്റീവാണ് ഗൈസ്. എന്തായാലും ആ അക്കൗണ്ട് യൂസ് ചെയ്ത് തരുന്ന പോലെയല്ല ഗൈസ് ഇപ്പോൾ ആക്റ്റീവും കുറവാണെന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. വേണമെങ്കിൽ കളിക്കാം, ഇല്ലെങ്കിൽ കളിക്കണ്ട എന്നുള്ളൊരവസ്ഥ. അതായത് ആര് സ്വന്തം അക്കൗണ്ട് കൊണ്ടടക്കണ പോലെ ഇപ്പോൾ സെയിൽ ചെയ്താൽ പോലും മറ്റാളങ്ങനെ കൊണ്ടടക്കണം എന്നില്ലല്ലോ ഗെയ്സ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല മേടിച്ച ആൾക്ക്. സോ എന്തായാലും അക്കൗണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇനി വേറെ യൂട്യൂബർ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ ഗെയ്സ് നമ്മുടെ ഫ്രീക്വൈറ്റിയാണ് കേട്ടോ. ഫ്രീക്വൈറ്റിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ടത്തെ ആ ഒരു ടൈമിൽ ഗെയ്സ് ഫ്രീ ഫയറിലെ അപ്ഡേറ്റും അതുപോലെ തന്നെ ഫ്രീ റിവാർഡും പിന്നെ അതുപോലെ തന്നെ ഗെയിം പ്ലേയും ഒക്കെ കാഴ്ചവെച്ചേർന്ന ഒരു യൂട്യൂബർ ആയിരുന്നു നമ്മുടെ ഫ്രീക്വൈറ്റി. അത്യാവശ്യം നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സും കുട്ടി ഫാൻസൊക്കെ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബറൊക്കെ ആയിരുന്നു ഗൈസ് ഫ്രീക്വൈറ്റി. ഇപ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അക്കൗണ്ട് സെയിൽ ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവ് ആണോ, ഗെയിം കളിക്കുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൈറ്റിയുടെ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ഡേയ്സോളം ഇനാക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുയ്യാ പാസ് പോയിട്ട് ഇതുവരെയുള്ള ഒരു ബുയ്യാ പാസും കളിച്ചിട്ടില്ല ഗെയ്സ്. ഓക്കെ, ഫ്രീക്വൈറ്റ് ഇപ്പം എന്തോ ഐസ്ക്രീമിൻ്റെ എന്തോ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കൊച്ചിയിലെങ്ങാണ്ടാണ് ഗെയ്സ്. മാത്രമല്ല ആ യൂട്യൂബ് ചാനലും ഇപ്പോൾ തീരെ ആക്റ്റീവ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുള്ളി ഫ്രീ ഫയർ നിർത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും നിർത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രീക്വൈറ്റിയുടെ അക്കൗണ്ടിൻ്റെ അവസ്ഥ. നല്ല രീതിക്ക് ഓൾഡ് അക്കൗണ്ടാണ് ഗെയ്സ്. ഓക്കെ, അപ്പോൾ ഫ്രീ ഫയർ നിർത്താൻ കാരണം വേറൊന്നും അല്ലല്ലോ. അതായത് ഫ്രീ ഫയറിൻ്റെ ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബേഴ്സും നിർത്തിപ്പോയിട്ടുണ്ട്. കാരണം ഈ പ്ലെയേഴ്സിൻ്റെ തന്നെയാണ് കേസ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറുകാരും കാണിച്ചു വെച്ചേർന്ന പരിപാടി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ റിട്ടേൺ കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട ഓൾഡ് പ്ലെയേഴ്സിനെ മടുപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് ആൾക്കാർ നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ശോകമാണ്. അതായത് അക്കൗണ്ട് തീരെ ആക്റ്റീവ് അല്ലല്ലോ. പിന്നെ പുള്ളിയുടെ ഗിൽഡിൽ ഇപ്പോൾ ഏകദേശം 14 പേരുണ്ട്. ഐ തിങ്ക് ആ 14 പേരും നിർത്തിപ്പോയിട്ടുണ്ടാവാനാണ് ചാൻസ്. ഇനിയിപ്പോൾ ഫ്രീക്കിൻ്റെ ഗിൽഡിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ അക്കൗണ്ടിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ യൂട്യൂബർ ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് അത്യാവശ്യം ഫണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും ചിരിപ്പിച്ചേർന്നതും അതുപോലെ തന്നെ തമാശകളുള്ള കില്ലാടിയായിട്ടുള്ള അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിച്ചേർന്നതും പ്ലെയർ മാത്രമല്ല ഒരു കിടിലൻ ലൈവ് സ്ട്രീമറും കൂടിയായിരുന്നു ഗൈസ്. ആരാന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് ആളുടെ പേര് തന്നെയായിരുന്നു. അതായത് നമ്മുടെ ടോം സേട്ടനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ആളുടെ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ടോം സേട്ടൻ്റെ അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 hours മുന്നേ ആക്റ്റീവ് ആയിരുന്നു. അതായത് ടോം സേട്ടൻ കറൻ്റ്ലി ഗൈസ് ഈ അക്കൗണ്ട് വിട്ടു പോയിട്ടൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കുന്നുണ്ട്. ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ 78 ലെവലും അതുപോലെ തന്നെ 55,370 ലൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലാഷ് കോഡ് നോക്കണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ സ്റ്റാർ 50 ഉണ്ട് കേട്ടോ അക്കൗണ്ടിൽ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകത നോക്കണമെന്നുണ്ടെങ്കിൽ 7 years ഓൾഡ് ഐഡിയും കൂടിയാണ് കേട്ടോ. അറിയാലോ പണ്ടത്തെ ഗജകില്ലാടിയാണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ നമ്മുടെ ആ ഒരു ലിസ്റ്റ് ഓവർവ്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളോ BR ഏകദേശം 1000 കളിയോളം, അതായത് അത്ര അധികം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് കുറേ നാളായിട്ട്. എന്നെ അക്കൗണ്ട് നല്ല രീതിക്ക് ആക്റ്റീവാണ് കേട്ടോ. ടോം സൈഡനൊന്നും അന്നും ഇന്നും ഇപ്പോഴും ഫീൽഡ് ഔട്ടൊന്നും അല്ല കേട്ടോ. എത്ര പേര് നമ്മുടെ ടോം സൈഡിൻ്റെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നു നോക്കട്ടെ. ടോം സൈഡനും കമൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഗിൽഡ് ആയാലും ആളുടെ നല്ല രീതിക്ക് ആക്റ്റീവ് തന്നെയാണ്. ലെവൽ 5 നിൽക്കണ ഗിൽഡ്. അപ്പോൾ എന്തായാലും ഗെയ്സ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ടോം സൈഡൻ്റെ അക്കൗണ്ട്. കിഡിലനായിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ 37ാം സ്ഥാനത്ത് ഗോവയിലെങ്ങാണ്ട് ആക്റ്റീവാണ് ഗെയ്സ്. USP വെച്ചിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഇത്രയും യൂട്യൂബേഴ്സിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. മാത്രമല്ല ഞാൻ ഇന്ന് കാണിക്കാൻ വിട്ടുപോയിട്ടുള്ള യൂട്യൂബേഴ്സിൽ ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. നമുക്ക് പാർട്ട് വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാട്ടോ ഇതുവരെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഗെയ്സ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചേക്കാൻ മറക്കണ്ട. സോ ഗെയ്സ് ബൈ ബൈ.